ഇസ്വാത്തിനിയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യാത്രകളുടെ അതിരുകളില്ല ലോകം വേറൊരു ബൗണ്ടറി കീഴടക്കുകയാണ്. പുതിയൊരു ബോർഡറിലേക്കാണ് ഞങ്ങൾ എത്തുന്നത്. ഇവിടുത്തെ ഒരു നാഷണൽ പാർക്കിന്റെ ബോർഡറിലേക്ക്. അതെ, ഞങ്ങളിപ്പോൾ ഉള്ളത് ഹിലാനി റോയൽ നാഷണൽ പാർക്ക്. അതിന്റെ ബോർഡർ ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ ആനിമൽസ് ഒക്കെ ആ ബോർഡറിന്റെ ഉള്ളിലുണ്ട് കേട്ടോ. ഇതാ ഒരെണ്ണം, ഇതാ വേറൊരാൾ നമ്മളെ എത്ര പേരാ അവിടെ വെയിറ്റ് ചെയ്യുന്നത്. ഈ സാധനത്തിന് ഞങ്ങൾ ഇന്ന് ഇപ്പം ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. പക്ഷെ ഇയാളെ ഞങ്ങൾ ഒത്തിരി പ്രാവശ്യം കാണുന്നുണ്ടായിരുന്നു ഇയാളെ. അപ്പോൾ ഞങ്ങൾ ഹിലാനി നാഷണൽ പാർക്കിലേക്ക് എൻ്റർ ആവുകയാണ് കേട്ടോ. ഞങ്ങൾ എൻട്രൻസിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വരുമ്പോൾ കാണുന്ന ഒരു ഇതാണ്. ഇതുണ്ട്, ഇവനെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇവനൊരു സ്പൈക്ക് ഉണ്ട്, ഇവനൊരു ലൈൻ കണ്ടോ. അതുപോലെ തന്നെ ഇടത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇവിടെയുണ്ട് മാന്. പക്ഷെ ഇവനും ഒരു ലൈനുണ്ട്. കാട്ടിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്നാണെന്നറിയാമോ, ഒത്തിരി ക്രോസ് ബ്രീഡിങ് നടന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. പല ഫീച്ചേഴ്സും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ കുറെ സിമിലാരിറ്റി തോന്നാറുണ്ട്. അപ്പോൾ എനിക്ക് അത്ഭുതമായിട്ട് തോന്നിയിട്ടുണ്ട് ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. എനിക്കായാലും നമ്മുടെ മുമ്പിൽ ഒരാള് ഗേറ്റ് തുറക്കുന്നുണ്ട്. ഇതാണ് ഇനി അങ്ങോട്ടുള്ളത് നാഷണൽ പാർക്കിന്റെ ഗേറ്റ് ആണ്. വിട്ടു പോയാലോ? ഇതിന്റെ റിസപ്ഷനിലേക്ക് പോവാണേ. വളരെ ക്വയറ്റ് ക്യാമ്പ് സൈറ്റ് ആണെന്ന് തോന്നുന്നല്ലേ. അധികം വാഹനങ്ങളൊന്നും കാണുന്നില്ല. നമുക്ക് ഏറ്റവും ബെസ്റ്റ് ലൊക്കേഷൻ ഉണ്ട് കേട്ടോ, ഇല്ല എന്ന് പറയാൻ പറ്റില്ല, ഉണ്ട്. അപ്പം മൻസൈനി എന്ന് പറയുന്ന അവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അതാണ് ഇപ്പോഴത്തെ ക്യാപിറ്റല്. എംബാംനെ എന്ന് പറയുന്ന ഒരു ബിഗ് ടൗൺ ആയിട്ട് അറിയപ്പെടുന്നത്. അപ്പം നമുക്ക് ഹിലാനിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായത് മിൽവാനി എന്ന് പറഞ്ഞ നാഷണൽ പാർക്കിലായിരുന്നു. ഇപ്പം നമ്മളുള്ളത് ഹിലാനി. ഇവിടെ അടുത്ത് വന്ന് പിള്ളേർക്കൊന്നും മാനോടൊന്നും ഒരു ബഹുമാനം ഇല്ലാത്ത പോലെ. ഐസിയാന് അടുത്ത് ഫോട്ടോ എഴുതാം കേട്ടോ. ഡാർലിംഗ്, കുഴപ്പമില്ല, ക്യാമ്പ് സൈറ്റ് അല്ലേ? വേറെ ആരും ഇല്ലെന്ന് തോന്നുന്നു, നമ്മൾ മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു അല്ലേ? അതാ ഒരു പേടി. ഇല്ല, ചിലപ്പോൾ ആൾക്കാർ വരുമായിരിക്കും. പക്ഷെ ആദ്യമായിട്ട് നമ്മൾ എയർലി ആയിട്ട് ഒരു ക്യാമ്പ് സൈറ്റ് വരുന്നത് അല്ലേ? സത്യം, ആദ്യമായിട്ടായിരിക്കും നേരത്തെ വന്നത്. നമുക്ക് ഫുൾ ക്യാമ്പ് ഇന്ന് നമ്മുടെ ഫുൾ ക്യാമ്പ്, എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ 3-4 ദിവസം കൂടിയാണ് ക്യാമ്പ് സെറ്റ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ ടെൻറ്റ് ഓപ്പൺ ആക്കുന്നതും ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് വരെ ഒന്ന് കാണിക്കാം. അതോടെ നമുക്ക് സമയമുണ്ട്, വെട്ടമുണ്ട്, നമുക്ക് വേണ്ട കുക്കിങ്ങും പരിപാടിയൊക്കെ ചെയ്യാം. പറ്റുമെങ്കിൽ നമുക്കൊരു നൈറ്റ് റൈഡും കൂടെ പോവാം. ഓക്കെ, ശരി, നമുക്ക് ചെയ്യാം. പെട്ടെന്ന് തുടങ്ങാം. വാ. ഓക്കെ, ഇതൊക്കെ ആ, ഇത് നമ്മൾ ലോക്ക് അൺലോക്ക് ചെയ്ത് വിടണം. അങ്ങനെ പോയി. ഞാൻ കീ ഇവിടെ വെക്കുന്നുണ്ട്. ഓക്കെ, ചെയ്യാനേ വാ, ഇങ്ങോട്ട് വാ ഡാർലിംഗ്, ഇങ്ങോട്ട് വാ. സാനിച്ച, അവിടുന്ന് സിബ് ഇങ്ങോട്ട് വിടാവോ? ഇവിടുത്തെ ലോക്ക് ഓഫ് ആക്കിയില്ല. ഈ സിബ് ഇങ്ങോട്ട്, സിബ്. ഓക്കെ സാനിച്ച, ഇവിടെ കൂടെ പിടിക്കാമോ? ഓക്കെ ഓക്കെ. അപ്പം ഇത് നമ്മൾ ലോക്കിംഗ് സിസ്റ്റം കൂടെ ഉണ്ട്. എൻ്റെ കയ്യിൽ
ഇന്ന് റെയിൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ക്ലാംപ്സ് ഇട്ടില്ലെങ്കിൽ ചിലപ്പോൾ എറിച്ചിലടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ ക്ലാംപ്സും കൂടെ ഇട്ടേക്കാം. സാഞ്ചു ഓക്കെ, ക്ലാംപ്സ് ഇടാവും. വെയിറ്റ് ചെയ്യും. അപ്പം ഞങ്ങൾ ക്യാമ്പെല്ലാം സെറ്റ് ചെയ്തു. ഇവിടെ പവറൊന്നുമില്ല. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ക്യാമ്പ് സൈറ്റാണ്. അതായത് നമുക്ക് ആകെ കിട്ടുന്നത് അവിടെ ഒരു ടോയ്ലറ്റ് ഫെസിലിറ്റി തരും, കുളിക്കാനും ഷവർ. ചൂടുവെള്ളം ഉണ്ടെന്ന് തോന്നുന്നു. ആ ചൂടുവെള്ളത്തിൻ്റെ ടെക്നിക്ക് ഞാൻ കാണിച്ചു തരാം. അവർ വിറകിട്ട് ചൂടാക്കുവാണ് ഇതിൻ്റെ പുറകിൽ തന്നെ. അപ്പോൾ ആ ചൂടുവെള്ളം നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് ഇലക്ട്രിസിറ്റി നമുക്ക് തന്നെ പവർ ബാങ്കും പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കും. പിന്നെ ഡാർലി കുക്കിങ്ങും പരിപാടിയിലേക്കും കടന്നു അല്ലേ ഡാർലി? നമുക്ക് താഴെ ഉണ്ടാക്കണം അല്ലേ? ഓക്കെ. അപ്പോഴും ഞങ്ങളിന്ന് നടക്കാൻ പോകാമെന്ന് വെച്ച് നോക്കുമ്പോഴാണ് ഇവിടെ ഒരു ബോർഡ് കണ്ടത്. എന്തായിരുന്നു ആ ബോർഡ് സഞ്ച്യ? ഇതുകൊണ്ട് എഴുതി വെച്ചേക്കുന്നത്, പ്ലീസ് ബി അവെയർ ഓഫ് ദ മങ്കീസ് ആൻഡ് ബബൂൺസ്, പ്ലീസ് കീപ്പ് യുവർ ഫുഡ് ഐറ്റം. നമ്മൾ കുക്കിംഗ് തുടങ്ങുകയും ചെയ്തു. അതുകൊണ്ട് ഞങ്ങളൊരു കാര്യം പറഞ്ഞു, ഡാർലി ഞങ്ങളൊന്ന് പോയി ക്യാമ്പ് സൈറ്റ് ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോഴേക്കും നമുക്ക് അപ്പോൾ ഫുഡ് ഡാർലി നമുക്ക് അത്താഴത്തിൽ ഉണ്ടാക്കുന്ന കഞ്ഞി ഉണ്ടാക്കാം അല്ലേ? അപ്പോൾ അത് നമുക്ക് ഉണ്ടാക്കുമ്പോഴേക്കും പുട്ടും പഴം വേണമെങ്കിൽ പുട്ടും പഴം അല്ലേ? വാടാ കുട്ടിക്കിറങ്ങാ വാ. അപ്പോൾ അവിടെ ഒരു ഗെയിം വ്യൂ എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് പോയി കണ്ടിട്ട് വരാം. എന്താ ഇവിടെ ഒത്തിരി ക്യാമ്പ് സൈറ്റുകളുണ്ട് കേട്ടോ. ഒത്തിരി ക്യാമ്പ് സൈറ്റ് എന്ന് പറഞ്ഞാൽ ഒത്തിരി ക്യാമ്പ്. പക്ഷേ ആരും ഇല്ല. ഇവിടെ എന്നാ സംഭവിക്കുന്നത്? എടാ നമ്മൾ 5 മിനിറ്റത്തേക്കേ പോകുന്നുള്ളൂ. അതിന് ഒരു 5 മിനിറ്റ് പോകുന്നതിനാണോ നീ ഇത്ര വലിയ സ്നേഹം? പിന്നെ അമ്മ പയ്യനാണോ? അതാ നീ മമ്മി പയ്യനാണോ? അവൻ അങ്ങനെയൊന്നുമില്ല. അവൻ എൻ്റെ കൂടെ നിൽക്കും, അമ്മയുടെയും കൂടെ നിൽക്കും. അതുകൂട്ട് പാർട്ടി അല്ലടാ. ഇനി നമുക്ക് എന്നടാ റൈനോനെ കാണണം അല്ലേ? റൈനോ അല്ലേ ഇനി നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് ഉള്ളത്? നമുക്ക് ഇവിടെ വെള്ളത്തിൻ്റെ ടെക്നിക്കൊന്നും ഇവരെ കാണിച്ചു കൊടുത്താലോ, എങ്ങനെയാണ് അവർ വെള്ളം ചൂടാക്കുന്നതെന്ന്. നമുക്ക് ഇവിടെ നേരത്തെ ഞാൻ വന്നപ്പോൾ എനിക്ക് തോന്നുന്നു അത് വെള്ളം ചൂടാക്കുന്നത് തന്നെയാണെന്ന് തോന്നുന്നു. നമുക്ക് ഇവിടെ കുളിക്കാനുള്ള ഫെസിലിറ്റി ഇതാണ് ഇവിടെ ഉള്ളത്. അതുപോലെ കോമണായിട്ട് കുക്ക് ചെയ്യാനൊരു ഫെസിലിറ്റി അവർ തരുന്നുണ്ട്. നമുക്ക് ആദ്യമായിട്ടാണ് ഞങ്ങൾ ഈ ട്രിപ്പിൽ ക്യാമ്പ് സൈറ്റിൽ ഏർലി എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കുറച്ചധികം സമയം കിട്ടി. നമ്മൾ നോക്കാം. ഇവിടെ വരുമ്പോൾ നേരത്തെ വരുമ്പോൾ ഇതിൽ മാനൊക്കെ നടപ്പുണ്ടായിരുന്നു. അപ്പം ഓൾവേസ് ലേറ്റ്. ഇത് തന്നെ ഇതുണ്ടോ വാട്ടറിൻ്റെ ഫെസിലിറ്റി ഇത് തന്നെ കേട്ടോ. ഇതുണ്ടോ സഞ്ജയ്, നമുക്ക് കുളിക്കാനുള്ള വാട്ടർ ഒരു വാം ചെയ്യുന്നതാണ് ഈ കാണുന്നത്. അതുപോലെ അവരുടെ ലോണ്ട്രി എവറി ഡേ നമ്മുടെ ബ്ലാങ്കറ്റൊക്കെ അവർ വാഷ് ചെയ്യുന്നത് അവിടെയാണ്. നമുക്ക് തരുന്ന ബ്ലാങ്കറ്റൊക്കെ ഉണ്ടല്ലോ. ഇതുണ്ടോ ഇത് ഇങ്ങനെ ടെക്നിക്ക് ഉണ്ടോ? ഇതിൻ്റെ അത് ചൂടുവെള്ളം വെള്ളം ഇങ്ങനെ ചൂടാക്കിയിട്ട് അതിങ്ങനെ പൈപ്പിൽ കൂടെ വന്നിട്ട് ഇതുണ്ടോ ഇത് നല്ല ചൂടാണ്. ഇതുണ്ടോ ഈ പൈപ്പ് നല്ല ചൂടാണ്. നിനക്കെത്തില്ല ചൂടാ. അപ്പം നമുക്ക് കുളിക്കാനുള്ള വെള്ളം എപ്പോഴും കൺസിസ്റ്റൻ്റായിട്ട് ചൂടായിട്ട് നിൽക്കും ആ പൈപ്പിൽ കൂടെ. അപ്പം അതാണ് സംഭവം. എനിക്ക് തോന്നുന്നത് തണുത്ത വെള്ളം താഴേക്കൂടെ വരും അല്ലേ? താഴേക്കൂടെ വരുമായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ചൂടുവെള്ളം മുകളിൽ നിൽക്കുമല്ലോ. അപ്പോൾ ചൂടുവെള്ളം മുകളിൽ കൂടെ സക്ക് ചെയ്ത് അങ്ങോട്ട് പോകുന്ന പരിപാടിയായിരിക്കും ഇവിടുന്ന്. അങ്ങനെയാണ് അതിൻ്റെ പരിപാടി. വാടാ. അപ്പോൾ അവർ കത്തിക്കാൻ വേണ്ടി ഇത് കൊണ്ടിട്ടേക്കുന്ന സാധനം അത് പിന്നെ അവരുടെ റീസൈക്ലിങ്ങും കൂടെ ആയിരിക്കും. ചിലപ്പോൾ കത്തിക്കുമ്പം തീ കത്തിക്കാൻ വേണ്ടിയുള്ള സൗകര്യത്തിന് വേണ്ടി ഇട്ടേക്കുന്ന. അപ്പോൾ അങ്ങനെയുള്ള അപ്പോൾ ഈ ചൂട് പ്രതീക്ഷിച്ച് മാനും അതൊക്കെ അവിടെ വരുന്നുണ്ടെന്ന് തോന്നും. എന്നാണെങ്കിലും അതാണ് ഇവിടുത്തെ ക്യാമ്പ് സൈറ്റ്. ഞങ്ങൾ മാത്രമേ ഉള്ളൂ ക്യാമ്പിൽ കേട്ടോ, വേറെ ആരുമില്ല. അപ്പുറത്ത് കുറച്ച് ഗസ്റ്റിൻ്റെ വണ്ടി കിടപ്പുണ്ട്. നേരത്തെ ഞങ്ങൾ വന്നപ്പോൾ ടൂറിസ്റ്റുകളുണ്ടായിരുന്നു. അപ്പോൾ അവർ റൈനോ വാക്കിനൊക്കെ പോയേക്കുന്ന അതിൽ സഫാരിക്ക് പോയ ആൾക്കാരൊക്കെ. അപ്പോൾ നമ്മൾ അതിനൊന്നും വെയിറ്റ് ചെയ്തില്ല. നമ്മൾ നേരെ ക്യാമ്പ് ആദ്യമായിട്ട് നേരത്തെ വന്നതാണല്ലോ. അപ്പോൾ നമ്മൾ ക്യാമ്പ് സെറ്റ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇഷ്ടംപടി ഇതുണ്ടോ. ഇതെല്ലാം ഈ നമ്മളീ കാണുന്നതെല്ലാം ക്യാമ്പ് സൈറ്റുകൾ തന്നെയാണ്. ഇവിടെ എന്തോ ഉണ്ടെന്ന് പറഞ്ഞു, ഗെയിം വ്യൂ എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കവിടെ പോയി നോക്കാം. പക്ഷേ റിസ്കി ആണോ എന്നുള്ളത് നോക്കിയിട്ട് വേണം. പക്ഷെ അവിടെ ഫെൻസ്ഡ് ആയിരിക്കും. ഇത് നമുക്ക് ഈ ക്യാമ്പ് സൈറ്റ് മൊത്തം ഫെൻസ്ഡ് ആണ്. എന്തുകൊണ്ട് ഇതിൻ്റെ ഇവിടം വരെ ഇത്രയും നമുക്ക് ഫെൻസ്ഡ് ആണ്. ഇത് ഓൾ ദ ഫെൻസസ് ആർ ഇലക്ട്രിഫൈഡ് ആൻഡ് മസ്റ്റ് നോട്ട് ബി ടച്ച്ഡ്. പ്ലീസ് കീപ് ചിൽഡ്രൻസ് അവേ. ബിഗ് ഗെയിം ഏരിയ സ്ട്രിക്ട്ലി നോ വാക്കിംഗ് ബിയോണ്ട് ദിസ് പോയിൻറ്റ്. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തേക്ക് നമ്മുടെ വലിയ വലിയ ടീംസൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പം നമുക്ക് നാളെ സെൽഫ് ഡ്രൈവ് ചെയ്യാം അല്ലേ? സെൽഫ് ഡ്രൈവ് ചെയ്ത് നമുക്ക് പോവാം.
അപ്പോൾ റൈനോ വോക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇത് കൂടാതെ ഇപ്പോൾ നമ്മൾ അങ്ങ് അവിടെയാണ് നമ്മൾ വെച്ചത്, വണ്ടി വെച്ചത്, നമ്മൾ ക്യാമ്പ് സൈറ്റ് സെറ്റ് ചെയ്തത്. അവിടെ ഇത് കൂടാതെ ഇതുണ്ടോ, ഇവിടെയുണ്ട് ഒരു ടോയ്ലറ്റും വേണമെങ്കിൽ ഫ്രഷ് ആവാനുള്ള സൗകര്യങ്ങളൊക്കെയുള്ളത്. ഇപ്പം ഞങ്ങളിന്ന് പിന്നെ ഇവിടെ ഇലക്ട്രിസിറ്റി ഇല്ല. അപ്പോൾ സാധിച്ച ടോയ്ലറ്റിൽ പോയി നോക്കിയപ്പം പാരഫിൻ്റെ ഇത് പാരഫിൻ പറയുമ്പോൾ നമ്മുടെ മറ്റേ പഴയ നമ്മുടെ മണ്ണെണ്ണ വിളക്ക് അവിടെ അവരവിടെ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ കുളിക്കുകയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിൽ കുളിക്കണം. പക്ഷേ ചൂടുവെള്ളമുണ്ട്. ചൂടുവെള്ളം എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ വാം ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതൊക്കെയാണ് വിശേഷങ്ങൾ. എന്നാണെങ്കിലും വളരെ റിമോട്ടായിട്ടുള്ളൊരു സ്റ്റേ, നൈസ് എക്സ്പീരിയൻസ്. പിള്ളേർക്കൊക്കെ അട്ടി നീ എന്നാ പപ്പപ്പിക്കാണോ? പപ്പപ്പിക്ക് പടിയിൽ കണ്ട അന്നേരം പടിയിൽ എന്നാ പറയുന്നത്? പടിയിൽ എന്നടാ പടിയിൽ സാ വൈ കൊണ്ട് നീ ഇത്രയും നല്ല ഡ്രസ്സ് ഇട്ടിരുന്ന് നിനക്ക് പടിയിൽ പോയി ചാടാ, വേറെ പണിയൊന്നും ഇല്ലേ? അങ്ങനെയുണ്ട്. ഓക്കെ ബൈ ബൈ. ഓക്കെ, അപ്പോൾ അവൻ അങ്ങോട്ട് പോവാണ്. അപ്പം ഞങ്ങൾ വന്നപ്പോൾ ഇതിലെ മാനൊക്കെ നടപ്പുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാം പോയി. പക്ഷേ വരും, ഉറപ്പായിട്ടും വരും. പക്ഷേ മെയിനായിട്ടും എനിക്ക് തോന്നുന്നത് ഈ ചൂട് പറ്റിയൊക്കെ വരുന്നതാണ്. ആ റിസപ്ഷൻ ഏരിയയിലും കണ്ടായിരുന്നു. അപ്പം നാളെ ഞങ്ങൾ ഏതൊക്കെയാലും റൈനോ വോക്കും പരിപാടിയൊക്കെ ആയിട്ട് നാളത്തെ ഷെഡ്യൂൾ അങ്ങനെയാണ് ഇട്ടേക്കുന്നത്. അപ്പം നമ്മൾ ലൈറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ രാത്രി വന്ന് സെറ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും. ഒട്ടും വെട്ടമില്ലാത്തതുകൊണ്ട് ഇതിപ്പോൾ നമ്മളെല്ലാം ഓൾ സെറ്റായി നോക്കിയാൽ എല്ലാ സാധനങ്ങളും നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്നതുകൊണ്ട് നമുക്കിനി ഒന്നും പഠിക്കണ്ട. അറ്റ്ലീസ്റ്റ് കുളിക്കുക, ഫുഡ് ഉണ്ടാക്കുക, നല്ല രീതിയിൽ കിടന്ന് ഉറങ്ങാം അല്ലേ? അത് വാക്കാണ്. റൈനയുടെ കൂടെ നടക്കണമെങ്കിൽ മാത്രമേ 13+. നീ പേടിക്കണ്ട, നിനക്ക് വരാം. നമ്മൾ സെൽഫ് ഡ്രൈവാണ് ചെയ്യുന്നത്. വണ്ടിക്കകത്തിരുന്ന് കാണുന്നതിന് കുഴപ്പമില്ല. ഓക്കെ, അതെ ഗെയിം വ്യൂ എന്ന് പറഞ്ഞാൽ അത് വണ്ടിയെ പോയി കാണുന്നതല്ല, നമുക്ക് നടന്നു പോകാൻ പറ്റുന്നതല്ല. ഇതിൻ്റെ അപ്പുറത്ത് ഇലക്ട്രിഫൈഡ് ഫെൻസാണ്, അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റിയല്ല. അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് അമ്മേനെ ഹെൽപ്പ് ചെയ്യാൻ, കുക്ക് ചെയ്യാനൊക്കെ ആയിട്ട്. ബമ്പുൺ സാറിലും വന്നോ? ഫ്രണ്ട്സ് സാറിലും വന്നോ? ഇല്ലേ? സിബിലിംഗ് വന്നോ? അതെ കൊള്ളാം. അഡാപ്റ്റർ, അതെ കുഴപ്പമില്ല. നമുക്ക് മുകളിൽ മറ്റേ ഡയറക്റ്റ് കുത്താം, അത് കുഴപ്പമില്ല. ഓക്കെ, അപ്പം നമ്മൾ ഫുള്ളി ഇലക്ട്രിഫൈഡായി. നമ്മൾ ഇങ്ങനെ മിന്നി നിൽക്കുകയാണ്. മിന്നി നിൽക്കണം ബൾബുകൾ. നീ ഇവിടെ എന്നെ എടുക്കൂടാ ചേട്ടാ, അതങ്ങനെ ഫെൻസ് അത് പൊക്കല്ലടാ, അതതിൻ്റെ സപ്പോർട്ടിങ് സിസ്റ്റം ആടാ. ഇതിൻ്റെ ഇത് പറഞ്ഞ ഫ്രിഡ്ജാണ്. ഇത് DCL വർക്ക് ചെയ്യുന്ന ഫ്രിഡ്ജാണ്. ഇതിൻ്റെ അകത്ത് അത്യാവശ്യം ഒരു ഫ്രീസർ സെറ്റപ്പും ഇതും എല്ലാം ഉണ്ട് കേട്ടോ. ഫ്രീസറും അങ്ങനെയുണ്ട്. നമ്മൾ ഇതിൻ്റെ അകത്ത് ആകെ മീറ്റും പാലവും മോര് കാച്ചിയത് കൊണ്ടുവന്ന് അതൊക്കെ വെച്ചു മീറ്റ് വെച്ചു, അതൊക്കെ വെച്ചുള്ളൂ. അതിൻ്റെ അകത്ത് നമുക്ക് അതൊരു മസ്റ്റാണ്. നമ്മൾ ഫുഡ് മേടിച്ച് വെച്ചിട്ട് ചിലപ്പോൾ 3-4 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ റിമോട്ട് ഗെയിം റിസർവിലൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫുഡ് കിട്ടണമെങ്കിൽ അപ്പോൾ നമ്മളത് സേഫ് സ്റ്റോറിങ് ആണ്. ഇപ്പം ഇവിടെ ഇത് വളരെ റിമോട്ട് ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇവിടെ പവർ പോയിൻ്റ് തരികയില്ല. പിന്നെ ക്യാമ്പ് സൈറ്റുകളിൽ നമുക്ക് 220 ഒരു പവർ പോയിൻറ്റും കൂടെ തരും. നിങ്ങൾ ആദ്യത്തെ എപ്പിസോഡുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ക്യാമ്പിംഗ് എന്ന് പറഞ്ഞാൽ പല ടൈപ്പ് ഓഫ് ക്യാമ്പിംഗ് വന്നു. ഇപ്പം വൈൽഡ് ക്യാമ്പിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ചുമ്മാ വണ്ടി എവിടെയെങ്കിലും കൊണ്ടുപോയി നിർത്തുന്നു, അവിടെ കിടക്കുന്നു, ആന വന്നടിച്ചാൽ നമ്മുടെ യോഗം പോലെ ഇരിക്കും. പിന്നെ സേഫ് ക്യാമ്പിങ്, അതായത് ഇങ്ങനെ നമ്മൾ ഏതെങ്കിലും പ്രൈവറ്റ് പാർട്ടിയുടെയോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെയോ ഇതുപോലത്തെ ഉള്ള സൈറ്റിൽ, പക്ഷേ അവിടെയുണ്ട് റോ ഉണ്ട്, വിത്ത് ഇലക്ട്രിസിറ്റി ഉണ്ട്. അപ്പോൾ നമ്മളിത് ചെക്ക് ചെയ്യുമ്പോൾ തന്നെ അവർ നമുക്ക് ഫെസിലിറ്റീസ് എല്ലാം പറയും. ഹോട്ട് വാട്ടർ, വൈഫൈ, പിന്നെ ഗെയിം ഡ്രൈവുകളും എല്ലാം കൂടെ ഉണ്ടോ, അതല്ലെങ്കിൽ പവർ പോയിൻ്റ് ഉണ്ടോ, 220 സപ്ലൈ ഉണ്ടോ, ഇങ്ങനെ ബേസിക്കായ കാര്യങ്ങൾ ഇതൊക്കെ തന്നെ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ സർവൈവ് ചെയ്യും. അതാണ് നമ്മുടെ ഒരു എക്സ്പീരിയൻസ്. നമ്മളെ സംബന്ധിച്ച് ഇങ്ങനെയും ജീവിക്കാൻ പറ്റും നമ്മളൊന്ന് പ്രൂവ് ചെയ്യണ്ടേ. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് വെള്ളത്തിൻ്റെ ഔട്ട്ലെറ്റ് ഇവിടെയാണ് ഉള്ളത്. നമ്മൾക്ക് ടാങ്ക് ഇതിൻ്റെ അകത്തൊരു 80 ലിറ്റർ വെള്ളം ഉണ്ട്. ഇപ്പം യൂറോപ്പിലൊക്കെ അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്കയിലും ഉണ്ട് കേട്ടോ നല്ല ക്യാമ്പർ വാനുകൾ, പ്രോപ്പർ ക്യാമ്പർ വാനുകൾ. അതിൻ്റെ അകത്താണെങ്കിൽ പിന്നെ ഒരു കിച്ചൺ തന്നെ ഉള്ളിലുണ്ട്, പിന്നെ സ്ലീപ്പിങ്ങും പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ വെള്ളം നമുക്ക് ഇതിലെയാണ് ഫില്ല് ചെയ്യേണ്ടത്, ഇവിടെ ഫില്ല് ചെയ്യാൻ പറ്റും. ഇത് പിന്നെ 220 ഇൻപുട്ട്, ഇവിടെ നമുക്ക് പവർ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കാം. പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഇന്നത്തോടെ കൂടി ഞങ്ങളുടെ ഫ്രിഡ്ജ് ഓഫ് ആവുകയാണ്. ഈ വണ്ടിക്ക് 2 ബാറ്ററി സിസ്റ്റം ഉണ്ട്, ഒന്ന് എഞ്ചിന് വേണ്ടിയും പിന്നെ ഒന്ന് ഇതിൻ്റെ ബാക്കപ്പ് വേണ്ടി, ഇങ്ങനത്തെ പവറിനൊക്കെ വേണ്ടി. പക്ഷേ ഞങ്ങൾ രാത്രിയിൽ ഇന്നത്തോടുകൂടി ഫ്രിഡ്ജിലെ സാധനങ്ങളൊക്കെ തീരുവാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഫ്രിഡ്ജ് ഓഫ് ആക്കിയിട്ട് രാത്രിയിൽ അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട്. അതല്ലെങ്കിലും ഫ്രിഡ്ജ് റൺ ആവും കേട്ടോ. ഒരു 6 മണിക്കൂർ മറ്റേ ഫ്രിഡ്ജ് സെക്കൻഡ് ബാറ്ററിയിൽ ഓടും. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അത് തന്നെ കട്ട് ഓഫ് ആവും. പിന്നെ പിറ്റേ ദിവസം രാവിലെ വണ്ടി ഓടി തുടങ്ങുമ്പോൾ പിന്നെ അത് കിക്കിനാവും. പിന്നെ കേപ്റ്റ് കെയറൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു പവർ ബാങ്ക് ഉണ്ട്, അതാണ് ഇവിടെ ഇരിക്കുന്നത് ഈ സാധനം.
അതിനും ഒത്തിരി അത്യാവശ്യം നല്ല പവറുണ്ട്. നമുക്ക് അത്യാവശ്യം നമ്മുടെ ഡിവൈസുകൾ, ഡ്രോണ്, പിന്നെ പവർ ബാങ്ക്, ഫോൺസ് എല്ലാം ചാർജ് ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ട്. അതൊക്കെ അതിൻ്റെ അകത്ത് അങ്ങനെയുണ്ട്. അത് പിന്നെ നമുക്ക് സോളാറിലും വേണമെങ്കിൽ ചാർജ് ചെയ്യാം, DCയിലും ചാർജ് ചെയ്യാം. വണ്ടിയെ കുത്തിവെച്ച് വണ്ടി ഓടുമ്പോൾ വേണമെങ്കിലും നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ ഞങ്ങൾ കുടിവെള്ളത്തിന് മാത്രം നമ്മൾ ഒരു ഇത് കരുതിയായിരുന്നു അല്ലേ. വലിയ കാര്യമായിട്ട് ഉപയോഗിക്കേണ്ട തീരാനായില്ലേ, ഓൾമോസ്റ്റ് നമുക്കൊന്നും കൂടെ ഒന്ന് ഫില്ല് ചെയ്യേണ്ടി വരും അല്ലേ. ഇനി ഒന്നും കൂടെ ഫില്ല് ചെയ്യേണ്ടി വരും. ഇനി നമ്മൾ ജോനാസ്ബർഗിൽ എത്തുമ്പോൾ ഫില്ല് ചെയ്യാം. അവിടെ നമുക്ക് ഫിൽറ്റർ വാട്ടറുകൾ ഇങ്ങനെ ബൾക്കായിട്ട് മേടിക്കുന്ന ഫില്ലിംഗ് സ്റ്റേഷനുകളുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ വീണ്ടും ഫില്ല് ചെയ്യുന്നു. പിന്നെ അടുത്ത ലൊക്കേഷനിലേക്ക് പോകുന്നു. അപ്പം അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. ഇതാണ് ഞങ്ങൾ. അപ്പോൾ ഇന്ന് നിങ്ങളെ പ്രോപ്പറായിട്ടും നമ്മുടെ ക്യാമ്പിങ്ങിൻ്റെ ഒരു സെറ്റപ്പ് എന്നാ നിങ്ങളെ വെളിച്ചത്തിൽ കാണിക്കാൻ പറ്റിയതിൽ സന്തോഷമുണ്ട് അല്ലേ ഡാലി. നമുക്ക് ഇതുവരെ കാണിക്കാൻ പറ്റിയില്ലായിരുന്നു. അതെ, ലേറ്റായിട്ടാണ് വന്നത്. അതുമാത്രമല്ല നമ്മൾ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് 2-3 ദിവസം ബർത്ത്ഡേ ഒക്കെ പ്രമാണിച്ച് നമ്മൾ അക്കോമഡേഷനിലേക്കൊക്കെ മാറിയായിരുന്നു. അത് നന്നായി, അല്ലെങ്കിൽ നമുക്ക് മടുപ്പായേനെ. അപ്പം ഇത് നമ്മൾ നേരത്തെ എത്തി. ഇന്ന് നമുക്ക് ഇച്ചിരി നേരത്തെ കിടന്നുറങ്ങാം. പിന്നെ ഇതിപ്പോൾ ഇസ്വാത്തിനിയിലെ വെതർ പറയുവാണെങ്കിൽ അത്ര തണുപ്പുമില്ല, നല്ല ഒരു മീഡിയം കാലാവസ്ഥ. ഒരു 22 ആയിരിക്കും ഇപ്പോൾ കാണുന്നത്, 20-22. പിന്നെ ഒരു ചെറിയൊരു ഹ്യൂമിഡിറ്റി ഉണ്ട്. ഇത് ഇന്ത്യൻ ഓഷനോട് ചേർന്ന് കിടക്കുന്ന ഭാഗമായതുകൊണ്ടാണ്. പിന്നെ മരങ്ങളുമുണ്ട്, വലിയ മരങ്ങളുണ്ട്. സാധാരണ സൗത്ത് ആഫ്രിക്കയിലൊക്കെ ബുഷ് ലാൻഡുകൾ ഫ്ലാറ്റായിട്ടുള്ള പ്രതലമാണ്. ഇവിടെ കൂടുതലും വലിയ മരങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ ഞങ്ങൾ കുക്കിങ്ങിലേക്ക് സീരിയസ് ആയിട്ട് കിടക്കുവാണ്. നമുക്ക് കഞ്ഞി ഇന്നലെ ചോറല്ലേ ഉണ്ടാക്കാം, ഇന്ന് കഞ്ഞി ഉണ്ടാക്കിയാലോ? ഇന്ന് കഞ്ഞിയും എന്തെങ്കിലും സംഭവങ്ങൾ അല്ലേ. ബീഫ് ഫ്രൈ ഇരിപ്പുണ്ടാവും അല്ലേ, കുറച്ച് ബീഫ് ഫ്രൈ ഉണ്ട്, മീനുണ്ട്, മോരുണ്ട്. മതി, അടിപൊളി. അപ്പം അതാണ് സംഭവം. നമ്മുടെ മോയി എന്ത് ഷോക്സ് വരും. എന്തിടാ എന്നെടുക്കടാ, എന്നോട് കൊള്ളാം പരിപാടി. നത്തിങ് എന്തോ കള്ളത്തരമുണ്ടല്ലോടാ, എന്തോ കള്ളത്തരമുണ്ടല്ലോ. നമുക്ക് വേണമെങ്കിൽ ഗ്യാസിൽ എടുത്ത് നമുക്ക് നമ്മുടെ പിറ്റേന്ന് എടുത്ത് ഉണ്ടാക്കാം. പക്ഷേ അന്നേരം ഈ കഴുകാനൊക്കെ ഉള്ള സൗകര്യത്തിന് വേണ്ടി നമ്മൾ വിചാരിച്ചു ഇവിടുത്തെ ഈ കോമൺ കിച്ചൺ എടുക്കാം. ഇത്രയും ദൂരമേ ഉള്ളൂ, നമ്മൾ വണ്ടി വെച്ചെടുത്തുനിന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണെങ്കിൽ നമുക്ക് ഇവിടെ ഗ്യാസും ഒക്കെ അവർ കുറച്ചും കൂടെ പവർഫുള്ളായിട്ടുള്ള ഗ്യാസും പരിപാടി, കെറ്റിൽ ചൂടുവെള്ളം ഉണ്ടാക്കണമെങ്കിൽ അത് എല്ലാ സംഭവമുണ്ട്. അപ്പോൾ നമുക്ക് അതെടുക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ഇതല്ലേ എടുത്തത്, എന്നൊക്കെ എടുത്ത് അരിയും പയറും ഒന്നിച്ചിടാം. ഇവിടെ ലൈറ്റ് ഉണ്ടല്ലോ, ഇവിടെ ലൈറ്റ് ഉണ്ട്. ഇടാ ഇവിടെ സ്വിച്ച് നോക്കട്ടെ, ഇല്ല. ഓക്കെ, ഞാൻ വിചാരിച്ചു ഇവിടെ ലൈറ്റ് ഉണ്ടാവുമായിരുന്നു, പക്ഷേ ഇവിടെ പവറുണ്ട്. ഉണ്ട് കേട്ടോ. അപ്പോൾ കുഴപ്പമില്ല. ഞാൻ വിചാരിച്ചു ഓക്കെ. വലിയ കാര്യം, പേരിന് വെട്ടം എന്ന് പറയാനേ ഉള്ളൂ. ഓക്കെ, ഇനി ഇത് നമുക്ക് കത്തിക്കുന്ന സെറ്റപ്പ് നോക്കണ്ടേ. വെള്ളം കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു കേട്ടോ. വെള്ളം അത്ര നല്ല മെച്ചം. നമ്മൾ വെള്ളം കൊണ്ടുവന്നിട്ടില്ല, ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. കഴുകാൻ മാത്രം ഉപയോഗിച്ചാൽ മതി കേട്ടോ വെള്ളം. പിന്നെ നമ്മൾ കുടിക്കാൻ ഇപ്പോൾ എടുക്കുന്ന കൂടി വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളം വെച്ച് കഞ്ഞി വെക്കുമ്പോൾ അത് വെക്കാം. വെട്ടം വേണം. സൂപ്പർ. നമ്മുടെ സംഭവങ്ങളൊന്ന് കഴുകിയെടുത്താൽ മതി. അതെ, പരിപാടി പെട്ടെന്ന് ചെയ്യും. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പം നമ്മൾ ഇവിടെ തന്നെ കുക്ക് ചെയ്തേക്കാന്ന് വെച്ചാൽ ഇവിടെ ഇത്ര ഏരിയ ഉണ്ട്. പിന്നെ കഴുകാൻ ഒരു വാഷ് ബേസിനും സിങ്കും പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതങ്ങനെ നടക്കട്ടെ. കുത്തിരി ആയതുകൊണ്ട് തന്നെ നമ്മൾ 6-7 അടി അടിപ്പിച്ചു. ഇനിയിപ്പോൾ നെറ്റിലാണ് അടച്ചും കൂടെ വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ ആ സെക്ഷനും കഴിഞ്ഞു. അപ്പോൾ ഇത് നമുക്ക് എടുക്കാം. നമുക്ക് തിരിച്ച് അപ്പോഴേക്കും നമുക്ക് ഓക്കെ. അപ്പം ഞങ്ങൾ കുറച്ച് ബീഫൊക്കെ ഒന്ന് ചൂടാക്കി കഞ്ഞി ഒന്ന് കുളിച്ച് ഫ്രഷായി എല്ലാം റെഡിയല്ലേ? നമുക്ക് ഫുഡ് കഴിച്ചേക്കാം അല്ലേ ഡാലി? കൈ കഴുകിയിട്ട് വാ. സിയാനെ വാടാ, കൈ കഴുകാൻ വാടാ. വേണോ? അപ്പം കൈയൊക്കെ കഴുകി അല്ലേ, കഴിച്ചിട്ട് കിടന്നുറങ്ങാം അല്ലേടാ? ഓക്കെ, അപ്പം ഞങ്ങൾ എല്ലാ സാധനങ്ങളൊക്കെ ഫുഡൊക്കെ റെഡിയാക്കി നല്ല കഴിച്ചേക്കാനുള്ള പരിപാടിയാണ്. ക്യാമ്പ് സൈറ്റിൽ തന്നെ സംഭവങ്ങളെല്ലാം സെറ്റ്. നമുക്ക് നല്ല കുഴപ്പമില്ലല്ലേ ആംബിയൻസ്. നമ്മൾ അവിടെ പോയി ഫുഡ് ഉണ്ടാക്കി വന്നു. പിന്നെ എല്ലാവരും ഒന്ന് കുളിച്ച് റെഡിയായി ഫ്രഷായി. ഇവിടെ സത്യം പറഞ്ഞാൽ ഒത്തിരി നേരത്തെയല്ലേ, നമ്മൾ ഇപ്പോൾ എത്രയും സമയം ഉണ്ടാലി, ഒരു 7 o'clock ആയത്, 7:30 അത്രേ ആയിട്ടേ ഉള്ളൂ. പക്ഷേ എന്നാ ഡാർക്കാണ്. ഒരു ക്യാമ്പുകാരും കൂടെ വന്നിട്ടുണ്ട്. പക്ഷേ അവർ ഭയങ്കര ഡാർക്ക്, അവർക്ക് അധികം വെട്ടമൊന്നും കണ്ടില്ല. പക്ഷെ നമ്മുടെ മിന്നാമിനിങ്ങിയും നമ്മുടെ എന്നായിരുന്നു മറ്റേ പാട്ട് സാറിന് ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ തീരം തേരും തുരയുടെ മൂട്ടിൽ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ മറ്റേ മിന്നാമിന്ന് ഒക്കെ ഇട്ടേക്കുന്നുണ്ട്. ഇച്ചിരി വെട്ടമുണ്ട്. അപ്പം ഞങ്ങൾ സംഭവം വൈകുന്നേരം ആകുമ്പോൾ ഇച്ചിരി കുത്തിരിച്ചോറും പിന്നെ ബീഫൊക്കെ തീർന്നല്ലേ. ഇനിയുള്ള ദിവസങ്ങളൊക്കെ എന്ത് ചെയ്യും? ഇനി സ്വന്തം അച്ചാറും എല്ലാം നല്ല അടിയായിരുന്നു എല്ലാവരും. ഇച്ചിരി മീന്, പിന്നെ ഇച്ചിരി ചെറുപയറും
കഞ്ഞി ഇച്ചിരി കുഴച്ചെടുത്തു, കഞ്ഞിയാക്കി എടുത്തില്ല. അച്ചാറും ബീഫും. ഇത് ഇന്ന് ഉച്ചയ്ക്കൊക്കെ നമ്മൾ പുറത്തുനിന്നല്ല കഴിക്കുന്നത്, അപ്പോൾ വൈകുന്നേരം അരി ഭക്ഷണം ഒരു നിർബന്ധം. ഓക്കെ, റെഡിയാണോ? കഴിക്കൂലേ? അപ്പം അങ്ങനെയൊക്കെ തന്നെ. അപ്പം മെല്ലെ കഴിക്കുക, കിടന്നുറങ്ങുക. നാളെ നല്ല സഫാരിക്ക് പോകണം. അപ്പോൾ കിടക്കുക, ടെൻറ്റെല്ലാം സെറ്റ് റെഡി ആയിരിക്കുകയാണ്. കഴിച്ചു, പാത്രങ്ങൾ എടുത്ത് വെക്കുക, അത്രയേ ഉള്ളൂ. കിടക്കുകയാണ്. പിന്നെ നാളെ രാവിലെ തന്നെ മോർണിംഗ് സഫാരിക്ക് പോകണം. റൈനോയെ സ്പോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം. ഇവിടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് റൈനോസ് ഉണ്ട്. അപ്പോൾ അതാണ് ഇൻട്രസ്റ്റിംഗ്. അല്ലല്ലോ, നിന്നെ റൈനോ അല്ലേ ഇനി കാണിക്കാതെ ഉള്ളൂ? അതും കൂടെ കാണിച്ചാൽ നീ ഹാപ്പി അല്ലേ? ഓക്കെ. എലഫന്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എലഫന്റ് ഉണ്ടാവും. ബിഗ് 5-ലെ 4 ആനിമൽസ് ഉണ്ട്. ഇവിടെ ആരും ഇല്ലല്ലോ, ഞാൻ പേടിച്ചു പോയി, എന്തോ മൂവി ചെയ്യുന്ന പോലെ. അപ്പം ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇസ്വാത്തിനിലെ പുതിയൊരു കാഴ്ചകളും പുതിയൊരു സഫാരിയൊക്കെ ആയിട്ട് നാളെ കാണുന്നവരെ യെസ്. എന്റെ പൊന്നോ, നമ്മളെ വഴി ബ്ലോക്ക് ചെയ്ത് വെക്കോട്ടോ. നേരത്തെ ആളുകളാണ് ചെറുപ്പം